എന്തായാലും 24 ന്യൂസ് ചാനലിന്റെ MD ശ്രീകണ്ഠൻ നായരുടെ വിളി പോലീസ് കേട്ടു. വാർത്ത റേറ്റിംഗിൽ തട്ടിപ്പ് നടത്തിയതായി ആരോപിക്കുന്ന കേസിൽ അങ്ങനെ ചാനൽ റേറ്റിംഗ് കൂട്ടാൻ എന്ത് വഴിയും നോക്കുന്ന റിപ്പോർട്ടർ ചാനലിന്റെ ഉടമ ആന്റോ അഗസ്റ്റിനെതിരെ കേസുമെടുത്തു. ബാർക്കിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. അവിഹിതമായി ബാർക്കിനെ കൊണ്ട് പണമിറക്കി റിപ്പോർട്ടർ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടി പണമുണ്ടാക്കി എന്നാണ് കേസ്. ബാർക്ക് സീനിയർ മാനേജർ പ്രേംനാഥും കേസിൽ പ്രതിയാണ്. നിരവധി പരാതികളാണ് ചാനൽ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്ക് എന്ന റേറ്റിംഗിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരുന്നത്. ഏറ്റവും പുതിയ ആരോപണമായിരുന്നു പണമിറക്കി റിപ്പോർട്ടർ ചാനൽ മേധാവിമാർ ചാനലിനെ അങ്ങ് ഹിമാലയത്തിന്റെ മുകളിലേക്ക് എത്തിക്കാൻ പരസ്യം നൽകുന്നവരെ പറ്റിക്കാനായി പുതിയ കള്ള റേറ്റിംഗ്, വ്യാജ റേറ്റിംഗ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നു എല്ലാ ആഴ്ചയുമെന്ന്. മറ്റ് പരാതികൾക്കൊപ്പം സംസ്ഥാന പോലീസ് ഇതും അന്വേഷിച്ചു. സംസ്ഥാന പോലീസ് മേധാവി നേരിട്ടാണ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചത്. സൈബർ പോലീസിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഒടുവിൽ ഇതാ റിപ്പോർട്ടർ സ്ഥിതി ചെയ്യുന്ന കളമശ്ശേരിയിലെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ടറിന്റെ ഉടമ ആന്റോ അഗസ്റ്റിനെതിരെ കേസ് ചാർജ് ചെയ്തിരിക്കുന്നു. ഭാരതീയ ന്യായ സംഹിത 3162, 3184, 3363, 3402, 35 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കളമശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഒന്നാം പ്രതിയാണ് ബാർക്ക് സീനിയർ മാനേജർ പ്രേംനാഥ്. റേറ്റിംഗ് ഡേറ്റിൽ തിരിമറി നടത്തുകയും രണ്ടാം പ്രതിയായ റിപ്പോർട്ടർ ചാനൽ ഉടമയ്ക്ക് ബാർക്ക് മീറ്റർ സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ കൈമാറുകയും ചെയ്തു എന്നാണ് ആരോപണം. ഈ ആരോപണം ഏതാണ്ടൊക്കെ ശരിയാണെന്ന് പോലീസ് സൈബർ പോലീസിന്റെ പ്രാരംഭ അന്വേഷണത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. 24 ന്യൂസ് ചാനലിലെ വകുപ്പ് മേധാവിയായ ഉണ്ണികൃഷ്ണനാണ് ഈ കേസിലെ പരാതിക്കാരൻ. 2025 ജൂലൈ മുതൽ പരാതിക്കാരന്റെ റേറ്റിംഗ് കുറച്ചു കാണിച്ചും രണ്ടാം പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള റിപ്പോർട്ടർ ചാനൽ ഉടമയുടെ റേറ്റിംഗ് ഉയർത്തി കാണിച്ചും പരസ്യ കമ്പനികളിൽ നിന്നുള്ള പരസ്യങ്ങൾ ലഭിക്കാതിരിക്കാൻ ഇടയാക്കിയെന്നും ഇതുമൂലം പരാതിക്കാരന്റെ ചാനലിന്, അതായത് 24 ന്യൂസ് ചാനലിന് 15 കോടിയുടെ നഷ്ടം ഇതുവരെ ഉണ്ടായി നമ്മുടെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. ഇതാണ് FIR പറയുന്നത്. 24 ന്യൂസ് ചാനൽ MD ശ്രീകണ്ഠൻ നായരാകട്ടെ നേരത്തെ ബാർക്ക് റേറ്റിംഗിൽ സംഘടിതമായി തട്ടിപ്പ് നടത്തുന്നു, ഒരു ചാനൽ ഇതിൽ സംഘടിതമായി കള്ളത്തരം കാണിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വന്നിരുന്നു. ഇതിനായി ക്രിപ്റ്റോ കറൻസി വഴി വലിയ തോതിൽ കള്ളപ്പണം ഒഴുക്കിയെന്ന ഗുരുതരമായ ആരോപണമാണ് ശ്രീകണ്ഠൻ നായർ അന്ന് ഉന്നയിച്ചത്. ഇപ്പോൾ കളമശ്ശേരി പോലീസിന്റെ അന്വേഷണം, സംസ്ഥാന പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ കളമശ്ശേരി പോലീസ് നടത്തുന്ന ആ അന്വേഷണം നീങ്ങുന്നതും ഈ ക്രിപ്റ്റോ കറൻസി വഴി സംസ്ഥാനത്തേക്ക് വലിയ തോതിൽ കള്ളപ്പണം വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. സ്വാഭാവികമായും ലയണൽ മെസ്സി അടക്കമുള്ള ഫുട്ബോൾ ടീമിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ, അവർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ കേരളത്തിലൊരു ഫ്രണ്ട്ഷിപ്പ് മാച്ച് സംഘടിപ്പിച്ച് കൊച്ചിയിൽ തന്നെ നടത്താനൊക്കെ ഒരുപാട് ശ്രമം നടത്തുകയും കോടികൾ വാരി ഇറക്കുകയും ചെയ്ത ഒടുവിൽ അത് പരാജയപ്പെട്ട ഒരു ചരിത്രവും അടുത്തിടെ ഉണ്ടായിരുന്നു ഈ റിപ്പോർട്ടർ ചാനൽ മേധാവിക്ക്. എന്നിട്ടും തകരാതെ തൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള നേട്ടങ്ങളൊക്കെ യൂട്യൂബ് ചാനലിൽ വാർത്തയാക്കി അതൊക്കെ പരമ്പരകളാക്കി മാറ്റി തൻ്റെ റേറ്റിംഗ് കൂട്ടുകയും അതുവഴി തൻ്റെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഓരോ വാർത്തയുടെയും റേറ്റിംഗ് എല്ലാ ആഴ്ചയും നമ്പർ 1 ആക്കാനുള്ള കടുത്ത ശ്രമങ്ങളാണ് ആന്റോ നടത്തി വന്നത്. ഇതിനെതിരെയാണ് ഇത്തരം കള്ളത്തരങ്ങളിൽ താഴെ പോയെന്ന് നിരന്തരം ആരോപിച്ചുകൊണ്ട് 24 ന്യൂസ് ചാനൽ അടക്കം പരാതിപ്പെട്ടത്. ഇതിൽ പോലീസിന് ഔദ്യോഗികമായി പരാതി നൽകിയത് 24 ന്യൂസ് ചാനൽ തന്നെയാണ്. അങ്ങനെയാണ് ഇപ്പോൾ കളമശ്ശേരി പോലീസ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം റിപ്പോർട്ടർ ചാനലിന്റെ ഉടമ ആന്റോ അഗസ്റ്റിനെതിരെ കേസെടുത്തിരിക്കുന്നത്.